നിന്നോടൊപ്പം ഭാഗം 13. എന്തൊക്കെയോ ബഹളങ്ങൾ കേട്ട് നീലു ബോധത്തിൽ നിന്നും പതിയെ ഉണർന്നു. തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നുന്നു. ശരീരം മുഴുവൻ നീറിപ്പുകയുന്നതുപോലെ. കണ്ണുകൾ രണ്ടും വലിച്ചു തുറന്നു. എവിടെയാ ഞാൻ? ആരാ എന്നെ ഇവിടെ? പരിഭ്രമിച്ച് ഓരോന്ന് ആലോചിച്ചപ്പോഴാണ് രാവിലെ നടന്ന കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നത്. കോളേജിലേക്ക് വരുന്ന വഴിയാണ് കഴിഞ്ഞ ദിവസം ബഹളമുണ്ടാക്കിയ ആളെ വീണ്ടും കണ്ടത്. കാണാതെ പോകാൻ തുടങ്ങിയപ്പോൾ മനഃപൂർവ്വം വന്ന് വീണ്ടും വഴക്കുണ്ടാക്കി. ആരും തന്നെ വഴിയിലുണ്ടായിരുന്നതുമില്ല. പിന്നീട് അയാളുടെ ഒപ്പം 1-2 പേർ കൂടി. കുറച്ച് സമയത്തിന് ശേഷം ഒരു വാഹനം മുന്നിലേക്ക് വന്നു നിന്നു. എന്തോ അപകട സൂചന ഉണ്ടായതുകൊണ്ട് തന്നെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ഫലമായി പിടിച്ചു വണ്ടിയിലേക്ക് തള്ളി. കരഞ്ഞ് നിലവിളിക്കുന്ന എൻ്റെ മുഖത്തേക്ക് എന്തോ ഒന്ന് അമർത്തിയത് മാത്രമേയുള്ളൂ. തല വെട്ടിപ്പൊളയുന്നത് പോലെ അവൾക്ക് തോന്നി. ഉറക്കെ കരയാൻ പോലും കഴിയാതെ ആകെ അവശയായിരിക്കുന്നു. അടുത്തുള്ള ചുമരിൽ പിടിച്ചു പതിയെ എഴുന്നേൽക്കാൻ നോക്കി. ആവുന്നില്ല. കൈയും കാലുമൊക്കെ മരവിച്ചതുപോലെ. അപ്പോഴാണ് ബാഗിലുള്ള ഫോണിനെക്കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നത്. വേഗം തന്നെ ബാഗ് തുറന്ന് ഫോൺ എടുക്കാൻ നോക്കി. ഇല്ല, കാണുന്നില്ല. നീലു വീണ്ടും പരുതാൻ തുടങ്ങി. നീ ഈ സാധനമാണോ പരുതുന്നത്? ഫോണും ഉയർത്തിപ്പിടിച്ച് അനന്തൻ അവളുടെ മുന്നിൽ വന്നു നിന്നു. മുഖത്ത് ദേഷ്യവും കലർന്നിട്ടുണ്ട് അവൻ്റേത്. നീലു ഒരു നിമിഷം അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്തോ എന്നോട് വൈരാഗ്യമുള്ളതുപോലെ. അതിനു മാത്രം കഴിഞ്ഞ ദിവസം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഏതൊരാൾക്കും പറ്റുന്ന ഒരു അബദ്ധം മാത്രമേ എനിക്കും പറ്റിയിട്ടുള്ളൂ. അതിന് ഇയാൾ ഇങ്ങനെയൊക്കെ എന്നെ ചെയ്യണോ? നീലു എന്തൊക്കെയോ മനസ്സിൽ ഓർത്തുകൊണ്ട് അയാളെ തന്നെ നോക്കി നിന്നു. നീ എന്താ ആലോചിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. എന്തിനാ നിന്നെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നത് എന്നല്ലേ? അതും ഇന്നലെ ഉണ്ടായ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയാണോ? ഇതൊക്കെയല്ലേ നിന്റെ മനസ്സിൽ? അനന്തൻ ഉറക്കെ ആർത്തുകൊണ്ട് നീലുവിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അയാളുടെ ഭാവങ്ങളും അടുത്തേക്ക് വരുന്നതും കണ്ടപ്പോൾ നീലു ഭയന്ന് ചുമരിലേക്ക് അടുപ്പിച്ചിരുന്നു. ഭയം മൂലം അനന്തനെ നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അനന്തൻ അവളുടെ അടുത്ത് പോയി ചൂണ്ടുവിരലാൽ നീലുവിൻ്റെ മുഖം ഉയർത്തി. നീ ആലോചിക്കുന്ന എല്ലാം തെറ്റാണ്. നീ ഇന്നലെ ഉണ്ടാക്കിയ ബഹളത്തിൻ്റെ പേരിൽ ഒന്നുമല്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അതിനൊരുപാട് കഥയുണ്ട്. നിനക്കറിയില്ലായിരിക്കും, എന്നാൽ നിന്റെ ഏട്ടനും മറ്റേ കാമുകനും അറിയാം. നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്നും അവർക്കറിയാം. അല്ല, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. നിന്നെ അന്വേഷിക്കുന്ന തിരക്കിലായിരിക്കും അവർ. ഒരുപാട് വർഷത്തെ എൻ്റെ കാത്തിരിപ്പാണ് നിന്റെ ഏട്ടൻ ഒറ്റ നിമിഷം കൊണ്ട് തകർത്തത്. പിന്നെ നിന്റെ കാമുകൻ എന്ന് പറയുന്ന ആ ചെറ്റയും. ഇയാൾ എന്താ പറയുന്നതൊന്നും നീലുവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൾ സംശയരൂപേണെ അനന്തനെ നോക്കി. എൻ്റെ പെണ്ണായിരുന്നു പാറു. ഞാൻ ഒരുപാട് കാലം മോഹിച്ചു നടന്ന പെണ്ണ്. ഞാൻ ആഗ്രഹിച്ച ഏത് പെണ്ണിനെയും ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അവളെ മാത്രം എനിക്ക് കിട്ടിയില്ല. എപ്പോഴും നിധി കാത്തു സൂക്ഷിക്കുന്നത് പോലെ ഹരി കൂടെ ഉണ്ടായിരുന്നു അവളുടെ. അവളെ ഒന്ന് തൊടാൻ പോലും അവൻ എന്നെ സമ്മതിച്ചിട്ടില്ല. കല്യാണം കഴിക്കാമെന്ന പ്ലാനോട് നിൽക്കുമ്പോഴായിരുന്നു അവൾ നിൻ്റെ ഏട്ടൻ്റെ ഒപ്പം ഓടിപ്പോയത്. സാരമില്ല, അവളില്ലെങ്കിൽ എന്തേ, അവളേക്കാൾ സുന്ദരിയായ നീ ഉണ്ടല്ലോ. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഉപയോഗിച്ച് കളയൊന്നുമില്ല. അവൾക്ക് പകരം നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിക്കോളാം ഒരു താലി. അനന്തൻ അവളുടെ മുടി തഴുകിക്കൊണ്ട് പറഞ്ഞു. അയാളുടെ തലോടൽ നീലുവിന് അസഹനീയമായി തോന്നി. ഒന്ന് എതിർക്കാൻ പോലും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഓരോ പ്രാവശ്യവും കൈയെടുത്തു മാറ്റുമ്പോൾ അയാൾ കൂടുതൽ കൂടുതൽ അടുക്കുന്നത് പോലെ. ഒറ്റയ്ക്ക് അവൾക്ക് അയാളെ തടയാൻ കഴിയില്ലെന്ന് അവൾക്ക് തന്നെ ബോധ്യമുണ്ട്. അവൾ രണ്ടും കൽപ്പിച്ച് അയാളോട് ചോദിച്ചു. നിങ്ങളും അവരും തമ്മിലുള്ള പ്രശ്നത്തിനിടയിലേക്ക് എന്നെ എന്തിനാ വലിച്ചിഴക്കുന്നത്? നിങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടു പോലുമില്ല. പിന്നെ എന്തിനാ? നീലുവിന് പേടിച്ച് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. അവൾ കരഞ്ഞു തളരുന്നുണ്ടായിരുന്നു. എന്നാലും മനസ്സിലുള്ള സംശയം ചോദിച്ചു. നിന്നെ തൊട്ടാൽ അവന്മാർക്ക് പൊള്ളും. നിന്നെ കെട്ടാൻ വേണ്ടിയല്ലേ അവൻ വീട് പോലും മാറി താമസിക്കുന്നത്.
ഇത്ര നാളും എന്നെയും എൻ്റെ അച്ഛനെയും അനുസരിച്ച് നടന്നവൻ നിനക്ക് വേണ്ടിയല്ലേ ധിക്കരിച്ച് നടന്നു പോയത്? നിനക്ക് വേണ്ടിയല്ലേ അവൻ സ്വത്തിൻ്റെ ഷെയർ വരെ ചോദിച്ചത്? അല്ലേ? എല്ലാം നിനക്ക് വേണ്ടിയല്ലേ? എന്നിട്ട് നീ ഇതിലൊന്നും ഉൾപ്പെട്ടില്ലെന്നോ? അനന്തൻ അട്ടഹസിച്ചുകൊണ്ട് നീലുവിനെ നോക്കി പറഞ്ഞു. അവൻ്റെ ശബ്ദവും അട്ടഹാസവും അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിപ്പിച്ചു. എങ്ങനെ ഇവിടെ നിന്നും രക്ഷപ്പെടും? ആരെങ്കിലും എന്നെ രക്ഷപ്പെടുത്തുമോ? ഹരിയേട്ടനും ശിവേട്ടനും എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഈ കാട്ടാളൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാനാണ്? അവർ എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിക്കും? അവരെ എങ്ങനെ അറിയിക്കും? ഈ സ്ഥലം എവിടെയാണെന്ന് പോലും മനസ്സിലാകുന്നില്ലല്ലോ. നീലു ചുറ്റും ഒന്ന് നോക്കി. വലിയൊരു ഹാൾ, ഒരുപാട് കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ, പഴയ തുരുമ്പ് പിടിച്ച ഇലക്ട്രിക് സാധനങ്ങൾ. ആ ഹാളിൽ 1-2 ജനലുകൾ മാത്രമേ കാണാനുമുള്ളൂ. ഹാളിലേക്ക് വരാൻ ഒരേ ഒരു വാതിലും. അവൾ ചുറ്റും ഒന്നുകൂടി വീക്ഷിച്ചു. അവളുടെ ഭാവങ്ങളെല്ലാം അടുത്തുണ്ടായ അനന്തൻ നോക്കിക്കാണുകയായിരുന്നു. ഒപ്പം അവൻ്റെ മുഖത്ത് പുച്ഛഭാവേന ചിരിയും വിടർന്നു. കണ്ടുപിടിച്ചോ? അനന്തൻ്റെ ശബ്ദം കേട്ട് നീലു ഞെട്ടലോടെ അവനെ നോക്കി. എന്താണെന്നർത്ഥത്തിലായിരുന്നു അവളുടെ നോട്ടം. അല്ല, രക്ഷപ്പെടാനുള്ള വഴി തേടുകയായിരുന്നില്ലേ നീ? എന്നിട്ട് വഴി കണ്ടുപിടിച്ചോന്ന്? അനന്തൻ്റെ മുഖത്ത് ദേഷ്യവും അമർഷവും വന്നു. അവളെ കൊന്നു കളയാനുള്ള പക അവൻ്റെ മുഖത്ത് കാണാമായിരുന്നു. എനിക്ക് പോകണം, നീലു കൈകൂപ്പി കരഞ്ഞപേക്ഷിച്ചു. എവിടെ പോകാൻ? ഇനി നീ എൻ്റെ കൂടെയല്ലേ? കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടും. പിന്നെ എന്നും നിന്നോടൊപ്പം ഞാനുണ്ടാകും. അവൻ്റെ വായിൽ നിന്നും വരുന്ന ഓരോ അക്ഷരങ്ങളും നീലുവിനെ തളർത്തി. ഇനി ഇവിടുന്ന് ഒരു മോചനമുണ്ടാകില്ലേ? ഒരുപാട് എല്ലാവരെയും കൊണ്ട് അനുഭവിച്ചു. ഇനിയും എന്നെ നരകിപ്പിക്കാനോ? എല്ലാം അവസാനിച്ചിടത്തു നിന്നും വീണ്ടും തുടങ്ങിയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അല്ല, തെറ്റല്ല. ഹരിയേട്ടൻ വരും. എന്നും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് ഹരിയേട്ടൻ എനിക്ക് വാക്ക് തന്നതാണ്. ഞാനെന്തിന് ഭയക്കണം? ഹരിയേട്ടൻ വരും, നീലു മനസ്സിൽ ഉറപ്പിച്ചു. അനന്തനെ നോക്കാതെ അവൾ മുഖം താഴ്ത്തിപ്പിടിച്ചു. അവളുടെ ഭാവങ്ങളും ചിന്തകളും അനന്തന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. നീ എത്ര കാത്തിരുന്നാലും അവൻ വരില്ല. വന്നാൽ തന്നെ അവൻ്റെ അന്ത്യമായിരിക്കും. അവനോടുള്ള പക എനിക്ക് മരിക്കും വരെ തീരില്ല. അവനെ വീട് വേണം, സ്വത്ത് വേണം. അവൻ അച്ഛനുണ്ടാക്കിയെന്ന് കരുതി ഇത്ര നാൾ നോക്കി നടന്നത് എൻ്റെ അച്ഛനല്ലേ? അവന് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു റീത്ത്. അനന്തൻ പല്ലുറുമ്മി മനസ്സിലാലോചിച്ചു കൊണ്ട് പുറത്തേക്ക് പോയി. അവളുടെ അടുത്തു നിന്നും അവൻ പോയപ്പോൾ തന്നെ നീലുവിന് ആശ്വാസമായി. അപ്പോഴാണ് അവൾക്ക് തൻ്റെ കയ്യിലുള്ള വാച്ചിലേക്ക് ശ്രദ്ധ പോയത്. അവളുടെ ഫോണുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണ് ആ വാച്ച്. പക്ഷേ വാച്ച് ഓപ്പൺ ചെയ്താൽ അത് ഫോണിൽ കാണും. ഫോണാണെങ്കിൽ അയാളുടെ കയ്യിലും. എന്തു ചെയ്യണമെന്ന് ഒരു നിമിഷം അവൾ ആലോചിച്ചു നിന്നു. ഈ സമയം തളരുകയല്ല വേണ്ടത്, ബുദ്ധിപരമായി തന്നെ ചിന്തിക്കണം. അവൾ കരഞ്ഞു കലങ്ങിയ മുഖം ഒന്ന് അമർത്തി തുടച്ചു. എല്ലാ തയ്യാറെടുപ്പോടു കൂടി തിന്നു. നീലുവിൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു. ഹരി, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിരുന്നോ? ഇല്ല, ഞാൻ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് തന്നെയാണുള്ളത്. 1-2 ബിൽഡിംഗ് ചെക്ക് ചെയ്യുകയും ചെയ്തു. അവിടെയൊന്നും ആളുകൾ പെരുമാറിയതിനുള്ള ഒരു ലക്ഷണവുമില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം അവർ വേറെ എവിടെയൊക്കെയെങ്കിലും മാറിയിട്ടുണ്ടാകുമോ? അതിനും സാധ്യതയുണ്ട്. ഒരു കാര്യം ചെയ്, നീ ദേവനെയും കൂട്ടി ഒന്നുകൂടി മറ്റുള്ള ബിൽഡിംഗ് സെർച്ച് ചെയ്യും. ഞാൻ മഹിയെയും കൂട്ടി ഷിപ്പിംഗ് ലാൻഡിലേക്ക് പോയി നോക്കാം. ശിവന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് നീലുവിൻ്റെ വാച്ചിനെക്കുറിച്ച് ഓർമ്മ വന്നത്. ഹരി, പറഞ്ഞോളൂ ശിവ. നീലുവിൻ്റെ കയ്യിലെ വാച്ച് അവൾ എവിടെയുണ്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ? ഫോണുമായി കണക്റ്റ് ആയിരിക്കുമല്ലോ വാച്ച്. ഹരി സംശയം ചോദിച്ചു. ആ വാച്ച് അങ്ങനെയല്ല. ഫോണുമായി കണക്റ്റ് ചെയ്തതാണെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയാലും അവൾക്ക് വാച്ചിൽ നിന്നും ഫോൺ യൂസ് ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റും. പക്ഷേ ഫോൺ അനന്തൻ്റെ കയ്യിലാണെങ്കിൽ എന്തേ? ഹരി സംശയം പ്രകടിപ്പിച്ചു. ആ വാച്ചിനുള്ള ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ ഫോൺ ഓഫ് ആകുമ്പോൾ തന്നെ വാച്ചും ഓഫാകും. അതുപോലെ വാച്ച് ഓൺ ചെയ്യുമ്പോൾ ഫോണും ഓട്ടോമാറ്റിക് ഓൺ ചെയ്യും. ഫോൺ അഥവാ അനന്തൻ്റെ കയ്യിലാണെങ്കിൽ അവന് ഉറപ്പായും സംശയം വരും. പിന്നെ അവൻ നീലുവിൻ്റെ അടുത്തേക്ക് പോയി അവളെ പരിശോധിക്കും. അയ്യോ, അത് റിസ്ക് അല്ലേ?
അതെ, പക്ഷേ ഈ കാര്യം നീലുവിനറിയാം. നിനക്കറിയാവുന്നതല്ലേ അവളുടെ സ്വഭാവം. തൊട്ടാവാടിയാണെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിൽ ആളൊരു കേമി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അവൾ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താതിരിക്കില്ല. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുമ്പോൾ നീലുവിനെയാണ് അത് ബാധിക്കുക. നീലുവിൻ്റെ സാഹചര്യം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഹരി തൻ്റെ മനസ്സിലെ ഭയം പ്രകടമാക്കി. എനിക്ക് ഉറപ്പുണ്ട് ഹരി, അവൾ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തും. എന്തായാലും അന്വേഷണം നടക്കട്ടെ. നിങ്ങൾ ആ ഭാഗവും ഒന്ന് നോക്കൂ. അപ്പോഴേക്കും ഞാനും മഹിയും ഇവിടെ ഒന്ന് നോക്കാം. എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അപ്പോൾ തന്നെ വിളിക്കാനും നോക്കാം. അയ്യോ, വയറുവേദനിക്കുന്നേ, അയ്യോ. എന്താണ് അകത്തുനിന്ന് ശബ്ദം കേൾക്കുന്നത്? ആ പെണ്ണ് അലറിക്കരയുന്നതാണെന്ന് തോന്നുന്നല്ലോ. നീ ഒന്ന് പോയി നോക്കിയേ. അനന്തൻ ഒപ്പമുണ്ടായ ആളോട് അകത്തു പോയി നീലുവിനെ നോക്കാൻ പറഞ്ഞു. അയാൾ അകത്തേക്ക് പോകുമ്പോൾ നീലു ചുരുണ്ടുകൂടി വയറിന് കൈവച്ച് കരയുകയാണ്. അയ്യോ, എനിക്ക് വയറുവേദനിക്കുന്നേ, എന്നെ രക്ഷിക്കണേ. അവളുടെ കരച്ചിൽ കണ്ട് നോക്കാൻ വന്നവൻ പുറത്തേക്ക് തന്നെ വന്നു. എന്തിനാടാ ആ പെണ്ണ് നിലവിളിക്കുന്നത്? അനന്തൻ ചോദിച്ചു. ആ ചേച്ചിക്ക് എന്തോ വയറുവേദന മറ്റും തോന്നുന്നു. വയറിന് കൈവച്ചാണ് കരയുന്നത്. ഞാൻ പിന്നെ അടുത്തോട്ടൊന്നും പോയിട്ടില്ല. നിങ്ങൾ വാ, പോയി നോക്കാം. എല്ലാവരും കൂടി അകത്തേക്ക് കയറി. എന്തിനാടി നിലവിളിക്കുന്നത്? നിന്റെ ആരെങ്കിലും ചത്തോ? അനന്തൻ ദേഷ്യത്തോടെ നീലുവിനോട് ചോദിച്ചു. എനിക്ക് വയറ് വേദനിച്ചിട്ട് വയ്യ, എന്തെങ്കിലും ചെയ്യണേ, നീലു കരഞ്ഞു പറഞ്ഞു. നാശം പിടിക്കാൻ, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടുന്ന് പുറത്തേക്ക് പോകാമെന്നും മോള് വിചാരിക്കേണ്ട. ഞാൻ സത്യമായിട്ടാ പറയുന്നത്, എനിക്ക് തീരെ വയ്യ. നിന്റെ അടവെല്ലാം നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതേണ്ട. നീലു അനന്തനോടും കൂട്ടാളികളോടും സംസാരിക്കുന്നുണ്ടെങ്കിലും അവളുടെ നോട്ടം മൊത്തം അനന്ത കയ്യിലുള്ള ഫോണിലേക്കാണ്. അതൊന്ന് താഴെ വയ്ക്കാനാണ് അവൾ വേദന അഭിനയിച്ചു നിൽക്കുന്നത്. ഫോൺ എവിടെയെങ്കിലും വെച്ചാൽ അപ്പോൾ തന്നെ വാച്ചിൽ നിന്നും ഓൺ ചെയ്യാൻ പറ്റും. അതാരും ശ്രദ്ധിക്കുകയുമില്ല. കുറച്ച് സമയം ഓണാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്യുകയും ചെയ്യാം. അപ്പോഴേക്കും ലൊക്കേഷൻ കിട്ടും. ഇതൊക്കെ മനസ്സിൽ കണ്ടാണ് നീലു വയറുവേദന അഭിനയിച്ച് ഫലിപ്പിക്കുന്നത്. എടാ, ഒരു കാര്യം ചെയ്. ഇപ്പോൾ എവിടേക്കും ഇവളെ കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ ആ പുറത്തുള്ള കട്ടിലകത്തേക്കിട്ടേ. നിലത്ത് കിടക്കുന്നത് കൊണ്ടായിരിക്കും അവൾക്ക് വേദന വന്നിട്ടുണ്ടാകുക. ഒരു കാരണവശാലും ഇപ്പോൾ ഇവൾക്ക് ഒന്നും ആകാൻ പാടില്ല. എൻ്റെ താലി ഇവളുടെ കഴുത്തിൽ വീണിട്ട് അവരുടെ മുമ്പിൽ പോകേണ്ടതാണ്. നാശം പിടിക്കാൻ, താലി വാങ്ങാൻ പോയവനെയും കാണുന്നില്ലല്ലോ. കൂട്ടാളികളെല്ലാം കട്ടിലെടുക്കാൻ പുറത്തേക്ക് പോയി. അനന്തൻ്റെ നിൽപ്പ് കണ്ട് നീലു ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ചു. വഴിയുണ്ട്. അയ്യോ, എനിക്ക് വേദനിച്ചിട്ട് വയ്യേ, എന്നെ ആരെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിക്കുമോ? ചേട്ടാ, നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് കൈ പിടിച്ചേ. നിൽക്ക്, കട്ടിൽ കൊണ്ടുവരട്ടെ, അവിടെ കിടന്നോ എന്ന് വെച്ച് പുറത്തേക്ക് പോകാമെന്ന് മോള് കരുതേണ്ട, അനന്തൻ പറഞ്ഞു. എനിക്ക് പുറത്തേക്കൊന്നും പോവേണ്ട, എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചാൽ മതി. നീലു അവനോട് പറയുന്നുണ്ടെങ്കിലും കണ്ണു മൊത്തം അവൻ്റെ കയ്യിലുള്ള ഫോണിലേക്കാണ്. വാ, എൻ്റെ കൈ പിടിക്കും. അനന്തൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് പോയി കൈ നീട്ടി. അവൾ അവൻ്റെ കയ്യിലേക്ക് കൈ വെക്കുന്നത് പോലെയാക്കി. എൻ്റെ ചേട്ടാ, എനിക്ക് കഴിയുന്നില്ല, എന്നൊന്ന് എടുത്തു പൊക്കാമോ? ഈ പെണ്ണിന് വട്ടായോ? ദേഹത്ത് തൊഴേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നല്ല വേദനയുണ്ട് എന്ന് തോന്നുന്നു. അല്ലാതെ ഇങ്ങനെ പറയാൻ വഴിയില്ല. അനന്തൻ അവളെ എടുക്കാൻ താഴേക്ക് കുനിഞ്ഞു. രണ്ടും കൈയും വെച്ച് അവളെ ഉയർത്താൻ നോക്കിയപ്പോൾ കയ്യിലെ ഫോൺ കൊണ്ട് കഴിഞ്ഞില്ല. അവൻ ഫോൺ ജനലിൻ്റെ മുകളിലേക്ക് വെച്ചു. അവളെ ഉയർത്താൻ നോക്കി. അപ്പോഴേക്കും കൂട്ടാളികൾ കട്ടിലകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അനന്തൻ അവളെ പൊക്കിയെടുത്ത് കട്ടിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും കട്ടിൽ സെറ്റ് ചെയ്തു. അനന്തൻ അവളെ കട്ടിലിലേക്ക് ഇരുത്തി. നീ ഇവിടെ കിടന്നോ, പുറത്തേക്ക് പോകാമെന്ന് വിചാരിക്കണ്ട. ഇനി പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ താലി കഴുത്തിൽ വീണിട്ട് ഇറങ്ങിയാൽ മതി. അതും പറഞ്ഞ് അനന്തൻ ഫോൺ എടുക്കാൻ ജനലിൻ്റെ അടുത്തേക്ക് നടന്നു. അണ്ണാ. എന്താടാ? ചേച്ചിക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചേച്ചിയോ? അതാരാടാ? അല്ല, അണ്ണൻ താലി കെട്ടാൻ പോകുന്ന പെണ്ണ് നമ്മുടെയൊക്കെ ചേച്ചിയായിട്ട് വരില്ലേ, അതുകൊണ്ടാണ്. കൂട്ടായി തല ചൊറിഞ്ഞുകൊണ്ട് അനന്തനോട് ഇളിച്ചു പറഞ്ഞു. അത്ര വലിയ ബഹുമാനമൊന്നും കൊടുക്കേണ്ട. താലി കെട്ടുന്നേയുള്ളൂ. ഇവളെ ഭാര്യയായിട്ട് ഞാൻ സങ്കല്പിക്കുക പോലുമില്ല. സോറി അണ്ണ.
ഫോൺ എടുത്ത് പുറത്തേക്ക് നടന്നു. ഒപ്പം തന്നെ കൂട്ടാളികളും പുറത്തേക്ക് പോയി. അവർ പോയപ്പോൾ നീലു ശ്വാസം പുറത്തേക്ക് വിട്ടു. അവൾ അപ്പോൾ കുറച്ചു മുമ്പ് നടന്ന സംഭവങ്ങളെല്ലാം ആലോചിച്ചു. അനന്തൻ ഫോൺ ജനലിൻ്റെ മുകളിലേക്ക് വെച്ചപ്പോൾ തന്നെ വാച്ച് അയാൾ കാണാതെ ഓൺ ചെയ്തു. 1 മിനിറ്റെങ്കിലും വേണം ഓണാകാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ബലം കൊടുത്തു. പിന്നെ ഓണായി എന്ന് കണ്ടപ്പോൾ ഓഫാക്കാനായി നിന്നു. അതിനും വേണം സമയം. അനന്തൻ ഫോൺ എടുക്കാൻ തിരിഞ്ഞപ്പോഴായിരുന്നു ഓഫ് ചെയ്യാൻ പോയത്. എന്തോ ഭാഗ്യത്തിന് ആ ചെറുക്കൻ അയാളോട് സംസാരിക്കാൻ നിന്നതുകൊണ്ട് ഫോണിലെ ലൈറ്റ് കണ്ടില്ല. എന്തായാലും ഫോൺ ഓണായത് കൊണ്ട് ലൊക്കേഷൻ വേഗം പിടികിട്ടും. അവൾ സന്തോഷിച്ചു ബെഡിൽ കിടന്നു. ഷോ, എന്നെക്കൊണ്ട് എനിക്ക് തന്നെ വയ്യ. നീലു മനസ്സാലെ ഒന്ന് പുഞ്ചിരിച്ചു. ഹലോ ഹരി. പറഞ്ഞോളൂ. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? യെസ്, ഇപ്പോൾ ആ ഫോൺ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിനക്ക് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. നീ അവിടേക്ക് പോകുമ്പോഴേക്കും ഞാൻ ലൊക്കേഷനിലേക്ക് വരാം. ഓക്കേടാ. ഹരി വേഗം ഫോൺ വെച്ച് വാട്സപ്പ് ചെയ്തു. ഹരി നിൽക്കുന്നിടത്തു നിന്നും ഒരു 5 മിനിറ്റ് ദൂരം മാറിയുള്ള ഒരു ചെറിയ ബിൽഡിംഗ് ആണ്. ഷിപ്പ് പൊളിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ ശിവനെ വിളിച്ച് ഹരി കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും ഒന്നിച്ച് അവിടത്തേക്ക് നടന്നു. ഞാൻ പറഞ്ഞില്ലേ നീലു എന്തെങ്കിലും ഒരു വഴി കാണുമെന്ന്. അവൾ എന്തെങ്കിലും ഒരു ചെറിയ അവസരത്തിന് വേണ്ടി കാത്തിരുന്നതായിരിക്കും. അതാണ് ചെറിയ സെക്കൻഡ് മാത്രമേ ഓണായിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. എനിക്കും തോന്നി ശിവ. ഇനി ഫോണാണത് അനന്തൻ കണ്ടിട്ടുണ്ടാകുമോ? ഹരി സംശയം ചോദിച്ചു. ഇല്ല, അവൻ കണ്ടിട്ടില്ല. അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ സെക്കൻഡിന് പുറമെ 1-2 മിനിറ്റ് എടുത്തേനെ ഫോൺ ഓഫാക്കുവാൻ വേണ്ടി. അതെങ്ങനെയാ? ഹരി തൻ്റെ സംശയം പ്രകടിപ്പിച്ചു. തുടരും. പിന്നെ ഇനി ഒരു ഭാഗം മാത്രമേ ഉണ്ടാകും നിന്നോടൊപ്പം. അതിനോടെ നമുക്ക് ഈ സ്റ്റോറിയോട് യാത്ര പറയാം. പിന്നെ വർണ്ണമായി എന്ന സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാം. ഡെയിലി 2 പാർട്ട് തന്ന് വർണ്ണമായും നമുക്ക് വേഗത്തിൽ തീർക്കാട്ടോ. എന്നാലും അത് അല്പം ലെങ്തിലുള്ളത് കൊണ്ട് കുറച്ച് കാലതാമസമെടുക്കും. അപ്പോൾ വീണ്ടും പറയുന്നു, സബ്സ്ക്രിപ്ഷൻ, ലൈക്ക്, കമൻറ്റ് കൂടെയും ഉണ്ടാകണേ.